അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ 1ാമത്തെ പാഠം, അദ്ദർസുൽ അവ്വൽ, പാഠം 1, അൽ അഹ്കാമുദ്ദീനിയ. അൽ അഹ്കാമുദ്ദീനിയ, ദീനിയായ വിഷയങ്ങളുടെ അഥവാ ശരീഅത്ത് നിയമങ്ങളുടെ വിധികൾ. ഇതാണ് പാഠത്തിൻ്റെ പേര്. നമുക്ക് ഈ പാഠത്തിലൂടെ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ എന്ത് നോക്കാം. സമ്പൂർണവും പരിശുദ്ധവുമായ ഇസ്ലാമിക ശരീഅത്തിൻ്റെ വിധികൾക്കാണ് അൽ അഹ്കാമുദ്ദീനിയ എന്ന് പറയുന്നത്. സമ്പൂർണവും പരിശുദ്ധവുമായ ഇസ്ലാമിക ശരീഅത്തിൻ്റെ വിധികൾക്കാണ് അൽ അഹ്കാമുദ്ദീനിയ എന്ന് പറയുന്നത്. അത് 5 ആകുന്നു. 1. വാജിബ്. ഇതിന് ഫർള് എന്നും പറയപ്പെടും. ചെയ്താൽ കൂലിയുള്ളത്, ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളത്. വാജിബ് എന്നാൽ ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ്. ഇതിന് ഫർള് എന്നും പറയപ്പെടുന്നു. ഫർള് 2 വിധമാണ്. ഫർള് 2 വിധമാണ്. 1 ഫർളുൽ ഐന്, 1 ഫർളുൽ ഐന്. ഓരോ വ്യക്തിക്കും നിർബന്ധമായതാണ് ഫർളുൽ ഐൻ. ഓരോ വ്യക്തിക്കും നിർബന്ധമായതാണ് ഫർളുൽ ഐൻ. ഉദാഹരണം, 5 വക്ത് നിസ്കാരം, റമളാനിലെ നോമ്പ്. 5 വക്ത് നിസ്കാരം ഓരോ വ്യക്തിക്കും നിർബന്ധമായതാണ്. റമളാനിലെ നോമ്പ് ഓരോ വ്യക്തിക്കും നിർബന്ധമായതാണ്. 2 ഫർളുൽ കിഫായ. 2 ഫർളുൽ കിഫായ. സമൂഹത്തിൽ ഒരാൾ ചെയ്താൽ മതിയാകും. അതാണ് ഫർളുൽ കിഫായ. സമൂഹത്തിൽ ഒരാൾ ചെയ്താൽ മതിയാകും. ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. ഉദാഹരണം, മയ്യിത്ത് നിസ്കാരം. ഉദാഹരണം, മയ്യിത്ത് നിസ്കാരം. ചോദ്യം 2, ചോദ്യമല്ല, അഹ്കാമുദ്ദീനിയയിലെ 2ാമത്തേത് അൽ ഹറാം എന്നുള്ളതാണ്. അഹ്കാമുദ്ദീനിയയിലെ 2ാമത്തെ ഭാഗം ഹറാം. 1ാമത് നമ്മൾ വാജിബിനെ കുറിച്ച് പറഞ്ഞു, വാജിബിൻ്റെ വിശദീകരണം പറഞ്ഞു. വാജിബിന് ഫർള് എന്ന് പേരുണ്ട്. വാജിബ് 2 വിധമാണ്, അഥവാ ഫർള് 2 വിധമാണ്. ഫർള് ഐന്, ഫർള് കിഫായ. ഇനി നമുക്ക് 2ാമത് പറയാനുള്ളത് ഹറാം. ഹറാമിനെ കുറിച്ചാണ് പറയാനുള്ളത്. എന്താണ് ഹറാം എന്ന് പറഞ്ഞാൽ? ചെയ്താൽ ശിക്ഷയുള്ളത്, ഒഴിവാക്കിയാൽ കൂലിയുള്ളത്. ചെയ്താൽ ശിക്ഷയുള്ളതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതുമാണ് ഹറാം. ഉദാഹരണം, മദ്യപാനം, കളവ് പറയൽ. മദ്യപാനം ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട്, ചെയ്താലോ ശിക്ഷയുണ്ട്. കളവ് പറയൽ, ചെയ്താലോ ശിക്ഷയുണ്ട്, ഒഴിവാക്കിയാലോ കൂലിയുള്ളതാണ്. 3ാമത്തേത് സുന്നത്ത്. അഹ്കാമുദ്ദീനിയയിലെ 3ാമത്തേത് സുന്നത്ത്. മന്ദൂബ്, മുസ്തഹബ്, നഫില്, തതവ്വു എന്നും ഇതിന് പേരുകളുണ്ട്. സുന്നത്തിന് മറ്റുള്ള പേരുകളാണ് മന്ദൂബ്, മുസ്തഹബ്, നഫില്, തതവ്വു. നമ്മൾ നേരത്തെ ഫർദിന് മറ്റൊരു പേര് പറഞ്ഞതാണ് വാജിബ്. അതുപോലെ സുന്നത്തിന് മറ്റുള്ള പേരാണ് മന്ദൂബ്, മുസ്തഹബ്, നഫില്, തതവ്വു. ചെയ്താൽ കൂലിയുള്ളത്, ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തത്. ചെയ്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തതാണ് സുന്നത്ത്. ഉദാഹരണം, സലാം പറയൽ. സലാം പറയൽ സുന്നത്താണ്, ചെയ്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ചാലോ ശിക്ഷ ഇല്ല. മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്, ചെയ്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തതാണ്. 4 കറാഹത്ത്. ചെയ്താൽ ശിക്ഷയില്ലാത്തത്, ഉപേക്ഷിച്ചാൽ കൂലിയുള്ളത്. ചെയ്താൽ ശിക്ഷയില്ല, ഉപേക്ഷിച്ചാലോ കൂലിയുണ്ട്. ഉദാഹരണം, വലതുഭാഗത്തേക്ക് തുപ്പൽ. വലതുഭാഗത്തേക്ക് തുപ്പൽ കറാഹത്താണ്, അത് ചെയ്താൽ ശിക്ഷയില്ല, പക്ഷേ അത് ഉപേക്ഷിച്ചാലോ കൂലിയുണ്ട്. നിസ്കാരത്തിൽ തല തുറന്നിടൽ. നിസ്കാരത്തിൽ തല തുറന്നിടൽ കറാഹത്താണ്, അത് ചെയ്താൽ ശിക്ഷയില്ല, പക്ഷേ ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട്. അഥവാ നിസ്കാരത്തിൽ തല തുറന്നിടൽ ഉപേക്ഷിക്കുക, തല മറക്കുക എന്നർത്ഥം. അപ്പോൾ കൂലിയുള്ള കാര്യമാണ് തല മറക്കുക എന്നുള്ളത്. 5 ഹലാൽ. ഇതിന് മുബാഹ് എന്നും പേരുണ്ട്. ഹലാൽ എന്നതിനുള്ള മറ്റൊരു പേരാണ് മുബാഹ്. ഫർദിന് മറ്റൊരു പേരാണ് വാജിബ്,
ഹലാലിന് മറ്റൊരു പേരാണ് മുബാഹ്. ചെയ്താലും ഉപേക്ഷിച്ചാലും കൂലിയോ ശിക്ഷയോ ഇല്ലാത്തത്, ഇതാണ് ഹലാൽ. ചെയ്താലും ഉപേക്ഷിച്ചാലും കൂലിയുമില്ല ശിക്ഷയുമില്ല, ഇതാണ് ഹലാൽ. ഉദാഹരണം, വില കൂടിയ ഭക്ഷണം കഴിക്കൽ. വില കൂടിയ ഭക്ഷണം കഴിക്കൽ ഹലാലാണ്. അത് ചെയ്താൽ കൂലിയോ അല്ലെങ്കിൽ ഉപേക്ഷിച്ചാൽ അതിന് ശിക്ഷയോ അങ്ങനെ ഒന്നും ഇല്ലാത്തതാണ്. ചെയ്താലും ഉപേക്ഷിച്ചാലും കൂലിയോ ശിക്ഷയോ ഇല്ലാത്തതാണ്. വില കൂടിയ ചെരുപ്പ് ധരിക്കൽ, അതുപോലെ വില കൂടിയ ചെരുപ്പ് ധരിക്കലും ഹലാലാണ്. ചെയ്താലോ ഉപേക്ഷിച്ചാലോ കൂലിയോ ശിക്ഷയോ ഇല്ലാത്തതാണ്. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് എടുക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം അജിബ് അനിൽ അസ്ഇലത്തി താലിയ, താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. ചോദ്യം 1, അൽ അഹ്കാമുദ്ദീനിയ എത്ര ഏവ. അൽ അഹ്കാമുദ്ദീനിയ എത്ര ഏവ അഥവാ ദീനി വിധികൾ എത്ര ഏവ എന്നുള്ളതാണ്. ഉത്തരം അൽ അഹ്കാമുദ്ദീനിയ 5 എണ്ണമാണ്. അഹ്കാമുദ്ദീനിയ 5 എണ്ണമാണ്. വാജിബ്, ഹറാമ്, സുന്നത്ത്, കറാഹത്ത്, ഹലാൽ. വാജിബ്, ഹറാം, സുന്നത്ത്, കറാഹത്ത്, ഹലാൽ എന്നിവയാണ് ആ 5 എണ്ണം. ചോദ്യം 2, ഫർളുൽ ഐന് എന്നാൽ എന്ത്. ഫർളുൽ ഐന് എന്നാൽ എന്ത്. ഉത്തരം ഓരോ വ്യക്തിക്കും നിർബന്ധമായതാണ്. ഓരോ വ്യക്തിക്കും നിർബന്ധമായതാണ് ഫർളുൽ ഐന്. ഉദാഹരണം, 5 വക്ത് നിസ്കാരം, റമളാനിലെ നോമ്പ്. 5 വക്ത് നമസ്കാരവും റമളാനിലെ നോമ്പും ഓരോ വ്യക്തിക്കും നിർബന്ധമായതാണ്. അതാണ് ഫർളുൽ ഐൻ. ചോദ്യം 3, ഫർളുൽ കിഫായ എന്നാൽ എന്ത്. ഫർളുൽ കിഫായ എന്നാൽ എന്ത്. ഉത്തരം സമൂഹത്തിൽ ഒരാൾ ചെയ്താൽ മതിയാകുന്നതാണ് ഫർളുൽ കിഫായ. ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. ഉദാഹരണം, മയ്യിത്ത് നിസ്കാരം. മയ്യിത്ത് നിസ്കാരം ഫർള് കിഫായയാണ്. സമൂഹത്തിൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ അത് എല്ലാവർക്കും മതിയായതാണ്. ഇനി ഒരാളും ചെയ്തില്ലെങ്കിലോ എല്ലാവരും കുറ്റക്കാരാകുന്നതാണ്. ചോദ്യം 4, ചെയ്താൽ ശിക്ഷ ലഭിക്കുന്നത് ഏതാണ്. ചെയ്താൽ ശിക്ഷ ലഭിക്കുന്നത് ഏതാണ്. ഉത്തരം ഹറാം. ചെയ്താൽ ശിക്ഷ ലഭിക്കുന്നതാണ് ഹറാം. 5, സുന്നത്ത് എന്നാൽ എന്ത്. സുന്നത്ത് എന്നാൽ എന്ത്. ഉത്തരം ചെയ്താൽ കൂലിയുള്ളത് ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തത്. ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തതുമാണ്. 6, ഹലാലിൻ്റെ മറ്റൊരു പേരെന്ത്. ഹലാലിൻ്റെ മറ്റൊരു പേര് എന്ത്. ഉത്തരം മുബാഹ്. ഉത്തരം മുബാഹ്. ചോദ്യം 7, വാജിബിൻ്റെ നിർവചനം എന്ത്. വാജിബിൻ്റെ നിർവചനം എന്ത്. ഉത്തരം ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതും. ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷ ഉള്ളതുമാണ് വാജിബ്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അന്നശാത്തു തത്ബീഖി അഥവാ പ്രാക്ടിക്കൽ പ്രവർത്തനങ്ങളാണ്. പ്രാക്ടിക്കൽ പ്രവർത്തനത്തിൽ നമുക്ക് നോക്കാം. നമ്മുടെ പ്രവർത്തികൾ വിലയിരുത്തി 5 വിധികളിൽ ഓരോന്നിനോട് യോജിക്കുന്നവയുടെ ഉദാഹരണങ്ങൾ ഉസ്താദിൻ്റെ സഹായത്തോടെ വേർതിരിച്ച് എഴുതുക എന്നുള്ളതാണ്. നമുക്കിവിടെ അടുത്ത പേജിൽ ചില ഉദാഹരണങ്ങളും നമുക്ക് കാണാൻ കഴിയും. എ, ബി 2 കോളങ്ങളിലായിട്ടാണ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത്. അതിൽ നമുക്ക് നോക്കാം. 1, ഫർളുൽ ഐൻ. അതിൻ്റെ ഉദാഹരണമാണ് റമളാനിലെ നോമ്പ്. ഫർളുൽ ഐന് റമളാനിലെ നോമ്പ്. 2, ഫർളുൽ കിഫായ. ഫർളുൽ കിഫായയുടെ ഉദാഹരണമാണ് മയ്യിത്ത് നിസ്കാരം. ഫർളുൽ കിഫായ മയ്യിത്ത് നിസ്കാരം. 3, ഹറാം. ഹറാമിൻ്റെ ഉദാഹരണമാണ് മദ്യപാനം. ഹറാബ് മദ്യപാനം. 4, സുന്നത്ത്. സുന്നത്തിൻ്റെ ഉദാഹരണമാണ്
സലാം പറയൽ. സുന്നത്ത് സലാം പറയൽ. 5 കറാഹത്ത്. കറാഹത്തിൻ്റെ ഉദാഹരണമാണ് വലതുവശത്തേക്ക് തുപ്പൽ. വലതുവശത്തേക്ക് തുപ്പൽ കറാഹത്താണ്. 6 ഹലാൽ. ഹലാലിൻ്റെ ഉദാഹരണമാണ് വില കൂടിയ ചെരുപ്പ് ധരിക്കൽ. ഹലാലാണ് വില കൂടിയ ചെരുപ്പ് ധരിക്കൽ. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.